ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. എന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് റീഡിങ്ങുമായിട്ടാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ വളരെയധികം അകൽച്ചയുണ്ട്. അത് ഇവർക്കറിയാം, നിങ്ങൾക്കും അറിയാം. ചില സമയങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഈ ഒരു കാര്യത്തിന് വഴക്കിടാറുമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എന്നിൽ നിന്ന് വളരെയധികം അകന്നു പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വഴക്കിടാറുമുണ്ട്. നിങ്ങൾ പല പ്രാവശ്യവും പറയും, നിങ്ങൾക്ക് എൻ്റെ ഒരു ചിന്തയുമില്ല, നിങ്ങൾ ഒരു കാര്യവും എൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ചില സമയങ്ങളിൽ എൻ്റെ അടുത്ത് വരുന്നു, ചില സമയങ്ങളിൽ എന്നെ വിട്ടു പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ വഴക്കിടാറുണ്ട്. അപ്പോൾ ഇവർക്കും ആ ഒരു കാര്യങ്ങളും അറിയാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ വഴക്കിടുമ്പോൾ ഇവരും ദുഃഖത്തിലാകുന്നു എന്നാണ്. അതായത് നിങ്ങളോട് വഴക്കിട്ട് വരുമ്പോൾ ഇവരും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല വിഷമം ഇവർക്കും ഉണ്ട് എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ ആരുടെയെങ്കിലും വഴക്ക് ഉണ്ടായിക്കാണും അവരുടെ പേഴ്സണുമായിട്ട്. ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള മെസ്സേജ് വന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവർ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ ഫീലാകുന്നു അവർക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ നല്ലതായിട്ട് തോന്നുന്നു. ഇവർ ഇപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നാലും തന്നില്ലെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളോട് കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും വളരെ നല്ലതായിട്ട് തോന്നുന്നു അവർക്ക്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവർ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യുവാനും ആഗ്രഹിക്കുന്നു. ഫിസിക്കലി നിങ്ങളെ പരസ്പരം തമ്മിൽ കാണുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ. അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ കാണുവാൻ വേണ്ടി എവിടെയെങ്കിലും വിളിക്കുന്നതായിട്ട്, അതായത് നിങ്ങളോട് സംസാരിക്കണം ചില കാര്യങ്ങൾ, അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് വരുമോ എന്ന് ചോദിച്ച് ഫോൺ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ്, അതായത് ഒന്നുകിൽ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ, ഇവിടെ സെലിബ്രേഷൻ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പരസ്പരം. അതായത് നിങ്ങൾ അവരെ വിഷ് ചെയ്യുന്നതും അവർ നിങ്ങളെ വിഷ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അടുത്ത മെസ്സേജ്, ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ ഒരു റെക്കഗ്നേഷൻ, എന്തെങ്കിലും നെയിം ഫ്രെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ്, ഒരു ഗവൺമെൻറ് ജോബോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ അവർക്ക് എന്തോ ഒരു ഗ്രോത്ത് കിട്ടിയത് കാരണം ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവർക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കഗ്നേഷൻ കിട്ടി, എന്തോ ഒരു ഗ്രോത്ത് കിട്ടി, അവരുടെ ലൈഫിലെ ആ ഒരു ഹാപ്പി മൂമെൻറ്റ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. നെക്സ്റ്റ് മെസ്സേജ്, ഇവരുടെ അമ്മ, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മ വളരെയധികം ടോക്സിക് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിൽ ഇവരുടെ അമ്മ വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ബിഹേവാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഇൻവോൾവഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മാരേജോ അല്ലെങ്കിൽ അൺമാരേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഇവിടെ ഫാമിലിയാണ് കൂടുതലായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതലായിട്ട് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ മാരീഡ് ആണെങ്കിൽ പോലും ഇവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, എന്തോ ഒരു ഫാമിലി ഇഷ്യൂ ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ കൂടാതെ ഇവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഒന്നുകിൽ ഇവരുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഇവരുടെ വൈഫിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിൻ്റെ ഇതായിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ മെസ്സേജിൽ കാണാൻ സാധിക്കുന്നത്. ആൾക്കാരുടെ പേഴ്സൺ ഡ്രിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തോ മെസ്സേജ് തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും അവർ ഡ്രിങ്ക് ചെയ്തിട്ട് പറയുന്നത്. ചിലപ്പോൾ ഇവർ അബ്യൂസ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യും. ചില ആൾക്കാർ വളരെയധികം റൊമാൻറ്റിക് ആകും.
അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഡ്രിങ്ക് ചെയ്യുക, നിങ്ങളോട് ദേഷ്യപ്പെടുക, ഇല്ല എങ്കിൽ നിങ്ങളെ സംശയിക്കുക, അങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ ഇന്ന് എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റോ അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ഇവരുടെ അബ്യൂസായിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് ജോലിയിൽ ട്രാൻസ്ഫർ കിട്ടുന്നതായിട്ടോ എന്തോ ഒരു ചേഞ്ച് ഇവിടെ ഇവിടെ ഇവരുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇവർ ചേഞ്ച് ആകുന്നതിനുള്ള എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ എനർജിയിൽ ചേഞ്ചാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ചില ആൾക്കാരുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളിൽ നിന്ന് ദൂരെ പോയി നിൽക്കുന്നെന്ന് വിചാരിച്ച് നിങ്ങളെ ഒരിക്കലും ഇവർ ചിന്തിക്കാതിരിക്കുന്നില്ല. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് എന്നാണ്. ഇവരുടെ എന്തോ ഒരു സിറ്റുവേഷൻ കാരണമാണ് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുന്നത് എന്നാണ് ഇവർ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വളരെ മോശമാണ് ഈ സമയം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇവരോട് മാരേജ് ചെയ്യുവാൻ പറയുന്നുണ്ട് എങ്കിൽ ഇവർ നിങ്ങളോട് പറയും, അതായത് എനിക്കിപ്പോൾ എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, എനിക്കിപ്പോൾ സെറ്റിൽ ഡൗൺ ആയിട്ടില്ല, ഞാനൊന്ന് സെറ്റിൽ ഡൗൺ ആയതിനു ശേഷമേ എനിക്ക് മാരേജിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിലപ്പോൾ ഇവർ നിങ്ങളോട് പറയുന്നതാണ്. എന്നിട്ട് കുറച്ച് ഇവർ നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇവരുടെ മേൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. ഇവർ പുതിയ ജോലിയിൽ ഇപ്പോൾ കയറിയ ആളാണ് എങ്കിൽ ആ ഒരു ജോലി സ്ഥലത്തുനിന്ന് എന്തെങ്കിലും വർക്ക് പ്രഷർ ഇവർക്കുണ്ടായിരിക്കും. അത് കാരണം ഇവർ എന്തെങ്കിലും റീസൺ നിങ്ങൾക്ക് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എനിക്കിപ്പോൾ ജോലിയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യണം, അവിടെ നിന്ന് ഒത്തിരി വർക്ക് ലോഡുണ്ട്, എനിക്ക് എല്ലാം കൂടെ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.